അല്പം മുമ്പ് മന്ത്രി കെ ശശീന്ദ്രൻ സ്ഥലത്തെത്തിയിരുന്നു. തീ നിയന്ത്രണ വിധേയമായതായി അദ്ദേഹം പറഞ്ഞു. ഇനി മറ്റ് കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദമായ പരിശോധനകൾ മുറയ്ക്ക് നടക്കും. സംഘടനകളും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ ആത്മാർത്ഥമായ പ്രവർത്തനത്തിന്റെ ഫലമായി ഇപ്പോൾ സ്ഥിതിഗതികൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായി മാറിയിട്ടുണ്ട്. ഇനി ഒട്ടും ആശങ്കപ്പെടേണ്ടതില്ല എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി. ഈ പരിപാടി പൂർണ്ണമാകുന്നതുവരെ ആവശ്യമായ എല്ലാ സന്നദ്ധ സംഘടനകളും ഗവൺമെൻറ് മെഷീനറിയും പൂർണ്ണമായ തോതിൽ തന്നെ പ്രവർത്തിക്കുന്നതാണ്. നമുക്ക് വലിയൊരു ഭാഗ്യമുണ്ടായത് ഒരു ജീവൻ പോലും നഷ്ടപ്പെടാൻ ഇടയായില്ല എന്നതാണ്. അതൊരാശ്വാസമാണെങ്കിലും വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളാണ് വ്യാപാരി സമൂഹത്തിനുണ്ടായിട്ടുള്ളത്. അത് ഗവൺമെൻറ് ഗൗരവത്തിൽ തന്നെ പരിഗണിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ ഈ ദൗത്യത്തിൽ ഏർപ്പെട്ട മുഴുവൻ ആളുകളെയും ഈ നാടിനു വേണ്ടി നന്ദി പറയാൻ ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ്. അരുൺ അമൃതാനന്ദ് കോഴിക്കോട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, സമയം 11 മണി കഴിഞ്ഞു. ഇപ്പോഴെന്താണ് സ്ഥിതി? ഈ ഉള്ളിലെ തീ അത് പൂർണ്ണമായും അണഞ്ഞു കഴിഞ്ഞിട്ടുണ്ടോ? എത്ര ഉദ്യോഗസ്ഥർ ഈ കെട്ടിടത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്? ദിവിഷ്, ആശങ്കയുടെ നിമിഷങ്ങളായിരുന്നു. ഏകദേശം 6 മണിക്കൂറോളം പിന്നിടുമ്പോൾ ഇപ്പോൾ തീ ഏകദേശം പൂർണ്ണമായും നിയന്ത്രണ വിധേയമായി എന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഇപ്പോൾ അതാ ദൃശ്യങ്ങൾ കാണുന്ന ആ മേഖലയിൽ, അതായത് ഈ തീപിടുത്തമുണ്ടായി തുടങ്ങിയ കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് എന്ന വസ്ത്ര സ്ഥാപനത്തിന്റെ ആ ഒരു മേഖലയിൽ നിന്ന് തീ നാളങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ആ മേഖലയിലേക്ക് കേന്ദ്രീകരിച്ചാണ് ഫയർ യൂണിറ്റ് ഇപ്പോൾ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മേഖല കൂടി പൂർണ്ണമായാൽ പൂർണ്ണമായും തീ നിയന്ത്രണ വിധേയമായി എന്നുള്ളതാണ്. ഒരു ഫയർ യൂണിറ്റ് മാത്രമാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ബാക്കിയെല്ലാം പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് വലിയ ഒരു പാഠമാണ്. നേരത്തെയൊക്കെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ഒരു സൂചനകളാണ് നമുക്ക് മുന്നിൽ അധികൃതരുടെ മുന്നിലേക്ക് വരുന്നത്. നമ്മൾ എന്തെല്ലാം പോരായ്മകളുണ്ട്, എന്തെല്ലാം ആവശ്യകതകൾ നമുക്കുണ്ട് എന്നുൾപ്പെടെയുള്ളത് കാണിച്ചു തരുന്ന ഒരു സംഭവം കൂടിയാണ്. ഇത്തരം പാഠങ്ങളിൽ നിന്ന് പഠിച്ചുകൂടി നമ്മൾ സജ്ജമാകേണ്ട സുരക്ഷാ സംവിധാനങ്ങളുടെ ഒക്കെ ആവശ്യകത കൂടി ഇതിലുണ്ട്. ഈ സംഭവത്തിന്റെ ചുരുക്കത്തിലേക്കൊന്ന് പറഞ്ഞു പോയാൽ 5:06 ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടാകുന്നു. 25 മിനിറ്റോളം വൈകിയാണ് ആദ്യ ഫയർ യൂണിറ്റ് എത്തിയത് എന്നൊരു പരാതി നാട്ടുകാരിൽ നിന്നും ആ ഘട്ടത്തിൽ തന്നെ ഉയർന്നിരുന്നു. എന്നിട്ട് ഈ ആദ്യ 3 യൂണിറ്റുകളായിരുന്നു എത്തിയത്. മീഞ്ചന്ത, ഒപ്പം തന്നെ ഈ ടൗൺ ബീച്ച് യൂണിറ്റ്, വെള്ളിമാടൂന്ന് നിന്നുള്ള യൂണിറ്റ്, 3 യൂണിറ്റുകൾ എത്തി. ഈ 2 മെഡിക്കൽ ഷോപ്പും ഈ വസ്ത്ര വ്യാപാര കേന്ദ്രവും ഉൾപ്പെടെയുള്ള ഈ 2 കെട്ടിടത്തിലേക്കും തീ പടരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ മെഡിക്കൽ ഷോപ്പിലേക്കോ മറ്റ് കെട്ടിടത്തിലേക്കോ തീ പടരാതിരിക്കാനാണ് ആദ്യ ശ്രമം നടത്തിയത്. 2 യൂണിറ്റ് ഒരിടത്തേക്ക് തന്നെ വെള്ളം അടിച്ചുകൊണ്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ശ്രമം നടത്തി. പിന്നീട് മറ്റ് ജില്ലകളിൽ നിന്നുൾപ്പെടെ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നുൾപ്പെടെയുള്ള ഫയർ യൂണിറ്റ് എത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ തീ അണയ്ക്കാനുള്ള ഒരു ശ്രമം നടന്നുകൊണ്ടിരുന്നത്. അപ്പോഴൊക്കെ തീ ആളി പടരുകയായിരുന്നു. ആശങ്കയുടെ നിമിഷങ്ങളായിരുന്നു. അത്ര ശ്രമകരമായ ഒരു ദൗത്യമായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. എന്താണ് ഇത്തരത്തിലൊരു സാഹചര്യം എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം അവിടെ ഉണ്ടായിരുന്ന ഈ ഫ്ലക്സ് ബോർഡുകളും തകര ഷീറ്റുകളുമായിരുന്നു. ഉള്ളിലേക്ക് വെള്ളം എത്തുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനുള്ള ഒരു പരിഹാരം കാരണമായിരുന്നു. അത്തരത്തിൽ കൃത്യമായ ഒരു ദൗത്യമായിരുന്നു അവിടെ വേണ്ടിയിരുന്നത്. അത് തുരന്നുകൊണ്ട് വെള്ളം അകത്തേക്ക് എത്തിക്കാൻ മറ്റ് കെട്ടിടത്തേക്ക് ആശ്രയിച്ചുകൊണ്ട് ഫയർ ഉദ്യോഗസ്ഥർ ഒരു ശ്രമം നടത്തി. അങ്ങനെയാണ് തീ അണയ്ക്കാനുള്ള ഒരു ശ്രമം. ഏകദേശം 8 മണിയോടുകൂടി തുടങ്ങിയ ശ്രമമാണ് ഒരു 9:30 ഫലം കണ്ടത്. 9:30 ഒരു ആശ്വാസം എന്നൊരു വാർത്തയിലേക്ക് നമുക്ക് പറയാൻ കാര്യങ്ങൾ എത്തിയത് വലിയൊരു ആശങ്കയുണ്ടാക്കിയ സംഭവമായിരുന്നു. പല കാര്യങ്ങളും പ്രതിസന്ധികളും എല്ലാം ശ്രദ്ധിക്കേണ്ടതുണ്ടായിരുന്നു. കാരണം LPG ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ കെട്ടിടത്തിലേക്ക് വലിയ രീതിയിലേക്കൊക്കെ തീ പടരാനുള്ള സാധ്യതകൾ, കെട്ടിടം തുരന്നുൾപ്പെടെ, അതായത് കെട്ടിടം തകർന്നുൾപ്പെടെ മറ്റ് കെട്ടിടത്തിലേക്കൊക്കെ തീ പടരാനുണ്ടായിരുന്ന സാധ്യതകളുണ്ടായിരുന്നു. അവിടെയൊക്കെ നാട്ടുകാരെയും ഈ സന്നദ്ധ സംഘടനകളെയും ഒക്കെ നിമിഷങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. നാളെ സ്വാഭാവികമായിട്ടും വിശദമായ പരിശോധനകൾ ആവശ്യമായി വരും. അതിന്റെ സൂചനകളാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരൊക്കെ നൽകിയത്. രക്ഷാപ്രവർത്തനം പോലും ദുഷ്കരമാകുന്ന രീതിയിലായിരുന്നു പുതിയ ബസ് സ്റ്റാൻഡിലെ കെട്ടിടം എന്ന് വ്യക്തമാകുന്നു. പല അടുക്കുകളായി സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചിരുന്നു.